ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ഹെലൻ കെല്ലറിലെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്, ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസും നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. ചാപ്റ്റർ എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർ നെയിം? എങ്ങനെയാണ് ഹെലന് അവളുടെ പേര് കിട്ടിയത്? ഹെലൻ കെല്ലേഴ്സ് ഫാദർ ഇനീഷ്യലി ഇൻറ്റൻഡഡ് ടു നെയിം ഹെർ മിൽഡ്രഡ് കാംഫെൽ. എന്താണ് ഹെലൻ കെല്ലറിൻ്റെ ഫാദർ ആദ്യം പറഞ്ഞിരുന്നത് അവളുടെ പേര് മിൽഡ്രഡ് കാംഫെൽ എന്നായിരുന്നു. ആഫ്റ്റർ എ ഹൈലി എസ്റ്റീംഡ് ആൻസൈറ്റർ, അത് അവരുടെ ഒരു പൂർവികരുടെ പേരായിരുന്നു. ദെൻ ഹവർ, പക്ഷെ എന്താ ഉണ്ടായത്? എന്നാലും ഓൺ ദ വേ ടു ദ ചർച്ച് ടു ഹാവ് ഹെർ ബാപ്റ്റൈസ്ഡ്, അവരുടെ ബാപ്റ്റൈസറിൻ്റെ ദിവസം, അവർ ചർച്ചിലേക്ക് പോകുന്ന ദിവസം, he forgot the name and when asked by the minister he gave the name Ellen Adams instead. എന്താണ് അവർ ചർച്ചിലേക്ക് പോയപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവർ ആ പേര് മറന്നു പോവുകയും മിനിസ്റ്റർ ചോദിച്ചപ്പോൾ അവരതിന് പകരം പറഞ്ഞ പേര് ഹെലൻ ആദം എന്നായിരുന്നു. അങ്ങനെയായിരുന്നു അവൾക്ക് ആ ഒരു ഹെലൻ ആദം എന്ന പേര് കിട്ടിയത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, why does Helen say she showed many signs of an eager സെൽഫ് അസേർട്ടിങ് ഡിസ്പോസിഷൻ? എന്തുകൊണ്ടായിരുന്നു ഹെലന് വളരെയധികം ഒരു എന്താ പറയുക, പെട്ടെന്ന് ആകാംക്ഷയുള്ള കുട്ടിയാണ്, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കുട്ടിയാണ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ സയൻസ് എന്തൊക്കെയായിരുന്നു? ഹെലൻ കെല്ലർ ഷോഡ് സയൻസ് ഓഫ് ബീയിങ് ഈഗർ ആൻഡ് സെൽഫ് അസേർട്ടീവ് ഫ്രം എ വെരി യങ് ഏജ്. വളരെ യങ് ഏജിൽ തന്നെ വളരെ ആകാംക്ഷയുള്ള ഒരു കുട്ടിയായിട്ട് ഹെലൻ കെല്ലർ ഒരുപാട് സയൻസ് കാണിച്ചിരുന്നു. She imitated everything she saw others doing, such as speaking words like how do you at 6 months and saying t. എന്താണ് അവൾ ബാക്കിയുള്ളവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ അവൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു 6 മാസം ആയപ്പോൾ തന്നെ ഹൗ ഡേ എന്ന് പറഞ്ഞാൽ ഹൗ ഡു യു ഡു എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ അവൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ടി എന്നത് വളരെ ക്ലിയറായിട്ട് വളരെ വ്യക്തമായിട്ട് അവൾ പറയുകയും ചെയ്തിരുന്നു. ഈവൻ ആഫ്റ്റർ ലോസിങ് ഹെർ സൈറ്റ് ആൻഡ് ഹിയറിംഗ് ഡ്യൂ ടു ഇൽനെസ് ഷീ റിമെമ്പേർഡ് ദ കണ്ടിന്യൂഡ് ടു ആർട്ടിക്കുലേറ്റ് ദ വേർഡ് വാട്ടർ. അതുപോലെ തന്നെ അവൾക്ക് അവളുടെ കാഴ്ചയും കേൾവിയും എല്ലാം നഷ്ടമായ അവളുടെ രോഗാവസ്ഥയിലും അവൾ റിമെമ്പർ ചെയ്തിരുന്നു. എന്ത്? വാട്ടർ എന്നുള്ള വേർഡ് അവൾ റിമെമ്പർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡിൻ ഹെലൻസ് ഹാപ്പി ഡേയ്സ് ലാസ്റ്റ് ലോങ്? എന്തുകൊണ്ടാണ് ഹെലൻ്റെ നല്ല സന്തോഷമുള്ള ദിവസങ്ങൾ ഒരുപാട് കാലം ഇല്ലാതിരുന്നത്? എന്തുകൊണ്ടായിരുന്നു? ഹെലൻസ് ഹാപ്പി ഡേയ്സ് ഡിഡിൻ ലാസ്റ്റ് ലോങ് ബിക്കോസ് അറ്റ് ദ ഏജ് ഓഫ് 19 months in February she was struck by an illness that left her blind and deaf. എന്താണ് അവൾക്ക് 19 വയസ്സായപ്പോൾ തന്നെ അവളുടെ ആ ഒരു ഫെബ്രുവരിയിൽ അവൾ ബ്ലൈൻഡ് ആവുകയും ഡെഫ് ആവുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അവൾക്ക് അസുഖം വരികയാണ് ചെയ്യുന്നത് അല്ലേ. This illness closed both her eyes and ears forever, changing her life drastically. അങ്ങനെ അന്നത്തോട് കൂടിയിട്ട് ആ ഒരു ഇൽനെസ്സോട് കൂടിയിട്ട് അവളുടെ ഐസും അതുപോലെ തന്നെ ഇയേഴ്സും ഒക്കെ ക്ലോസ് ആവുകയാണ് ചെയ്തത്. അവളുടെ ലൈഫ് തന്നെ മാറിമറിയുകയാണ് ചെയ്തത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ട്രാജഡി സ്ട്രക്ക് ഹെലൻ ഇൻ ഫെബ്രുവരി? ഫെബ്രുവരിയിൽ എന്ത് ട്രാജഡിയാണ് ഹെലന് ഉണ്ടായിട്ടുള്ളത്? എന്താണ്? ഇൻ ഫെബ്രുവരി ഹെലൻ കെല്ലേഴ്സ് വാസ് സ്ട്രക്ക് ബൈ ആൻ ഇൽനെസ് ദാറ്റ് ലെഫ്റ്റ് ഹെർ ബ്ലൈൻഡ് ആൻഡ് ഡെഫ്. അതാണ് അവൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ. അവളുടെ കാഴ്ചയും അവളുടെ കേൾവി ശക്തിയും ഒക്കെ പോവുകയാണ് ഫെബ്രുവരിയിൽ സംഭവിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ വേർ ദ ഫസ്റ്റ് 19 months ഓഫ് ഹെലൻ കെല്ലേഴ്സ് ലൈഫ് ഡിഫറെൻറ്റ്? എന്തുകൊണ്ടാണ് ഹെലൻ കെല്ലറിൻ്റെ ഫസ്റ്റ് 19 മാസം ഡിഫറെൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്തായിരുന്നു? The first 19 months of Helen Keller's life were different because during this time she could see and hear. എന്താണ്? ആ സമയത്തായിരുന്നു അവൾക്ക് കേൾക്കാനും കാണാനും ഒക്കെ സാധിച്ചിരുന്നത് അല്ലേ. അതിനുശേഷം അവൾക്കതൊന്നും സാധിച്ചിരുന്നില്ല. She caught glimpses of broad green fields, a luminous sky and trees and flowers. ആ സമയത്ത് അവൾക്ക് എന്താണ് ഒരുപാട് വിശാലമായിട്ടുള്ള കാഴ്ചകളൊക്കെ അവൾക്ക് കിട്ടി. ഗ്രീൻ ഫീൽഡ്സ്, അതുപോലെ തന്നെ ലുമിനസ് നല്ല തിളങ്ങുന്ന സ്കൈ, അതുപോലെ തന്നെ ആൻഡ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ് അതൊക്കെ കിട്ടിയത് അവൾക്ക് ആ സമയത്തായിരുന്നു. ദിസ് പീരീഡ് വാസ് ഫീൽഡ് വിത്ത് ഹാപ്പി എക്സ്പീരിയൻസ് ഓഫ് ഹിയറിംഗ് ബേർഡ് സോങ്, സീയിങ് ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻ സമ്മർ ആൻഡ് എക്സ്പീരിയൻസിങ് ആൻഡ് ചേഞ്ചിങ് സീസൺസ്. ഈ സമയത്ത് എന്താണ് അവൾക്ക് ബ്ലൂമിങ് റോസസും ഫ്രൂട്ട്സും എല്ലാം സമ്മറും എല്ലാം ഓട്ടം സമ്മർ വിൻ്റർ എല്ലാം അവൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സമയം എന്ന് പറയുന്നത് അവൾക്ക് ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ.
അപ്പോൾ ഇനി നമുക്ക് ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, ദേവ് ഈസ് trying to list out the events in the early life of ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലറുടെ ഏർലി ലൈഫിലെ ഓരോ ഇവൻസിനെയും ദേവ് എന്താണ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ബട്ട് ഹീ ഈസ് നോട്ട് ഏബിൾ ടു പുട്ട് ദം ഇൻ ഓർഡർ. പക്ഷേ എന്താണ് അവനക്ക് അത് കറക്റ്റ് ഓർഡറിലൊന്നും ആക്കാൻ പറ്റിയില്ല. റീഡ് ദ പാസേജ് വൺസ് അഗെയിൻ ആൻഡ് ഹെൽപ്പ് ഹിം റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ നിങ്ങൾ ആ പാസേജ് വായിച്ചിട്ട് വീണ്ടും ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ദേവിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ തന്നിട്ടുള്ളതൊന്ന് വായിച്ച് നോക്കാം. ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ദ ഡേ ഷീ ബിക്കെയിം എ ഇയർ ഓൾഡ്. അവൾക്ക് 1 വയസ്സായപ്പോൾ അവളെന്താണ് നടക്കാനൊക്കെ തുടങ്ങി എന്നാണ് പറയുന്നത്. ദെൻ ഹെലൻ ലേൺ ദ വേർഡ് വാട്ടർ ഇൻ ഹെർ ഏർലി മന്ത്സ്. അതുപോലെ ഹെലന് വാട്ടർ എന്ന വേർഡ് വളരെ ഏർലി മന്തിൽ തന്നെ പഠിച്ചിരുന്നു. ദർ വാസ് എ ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ നെയിമിംഗ് ദ ബേബി. ഈ കുട്ടിക്ക് പേരിടാൻ വേണ്ടിയിട്ട് വളരെ ചൂട് പിടിച്ച ഒരു ഡിസ്കഷനാണ് അവിടെ നടന്നിരുന്നത്. ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. ഹെലന് ആ ഫാമിലിയിലെ ഫസ്റ്റ് മെമ്പറാണ്, ഫസ്റ്റ് ബേബിയാണ്. ഹെലൻ ഫെൽ ഇൽ. ഹെലന് എന്താണ് ഒരു അസ്വസ്ഥത ഒക്കെ തോന്നിയിരുന്നു. മിൽഡ്രഡ് കാംഫെൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. ആ ബേബിക്ക് വേണ്ടിയിട്ട് ഈ പേരായിരുന്നു അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലെ ഓരോ ഇവൻസിനെയും നമ്മൾ കറക്റ്റാക്കി എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓർഡർ ഏതാണെന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തേത് ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ കൂട്ടുകാർ താഴെയുള്ള ബോക്സിൽ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കണം. ഓക്കെ, ഈ നമ്പർ അനുസരിച്ച് നിങ്ങൾ എഴുതി കൊടുക്കുക. സെക്കൻഡ് ആയിട്ട് വരേണ്ടത് ദർ വാസ് എ ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ നെയിമിംഗ് ദ ബേബി. ദെൻ തേർഡ് വൺ, മിൽഡ്രഡ് കാംഫെൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. Then fourth one, Helen learned the word water in her early months. Then fifth one, Helen started walking the day she became a year old. Then ഹെലൻ ഫെൽ ഇൽ. ഇങ്ങനെ ഈ 6 ഇവൻറ്റ്സ് കറക്റ്റായിട്ട് നിങ്ങൾ താഴെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് ഒന്നാമത്തെ നമ്മുടെ ആക്ടിവിറ്റി. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ചൂസ് അനദർ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ഫോർ ദ പാസേജ്. എന്താണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഈ പാസേജിന് വേണ്ടിയിട്ട് നല്ല ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യു മേ ഓൾസോ ഗീവ് വൺ ഓഫ് യുവർ ഓൺ. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒന്നും കൂടെ നിങ്ങൾക്ക് ഇവിടെ എഴുതി ചേർക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ദ ക്വസ്റ്റ് ഫോർ എ നെയിം, അൺഫോൾഡിങ് ഗ്രീഫ്, സീസൺസ്. ഇനി നിങ്ങൾ ഇതാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് കൊടുക്കാം ദ ഫസ്റ്റ് ലൈറ്റ് ഹെലൻ കെല്ലേഴ്സ് ഏർലി ലൈഫ് എന്ന് ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം. ഒന്നും കൂടെ പറയാം, ദ ഫസ്റ്റ് ലൈറ്റ് ഹെലൻ കെല്ലേഴ്സ് ഏർലി ലൈഫ്. ഓക്കെ, ദെൻ തേർഡ് ആക്ടിവിറ്റി നോക്കാം. മൂന്നാമത്തത് സം സീസൺസ് ആർ മെൻഷൻ ഇൻ ദ പാസേജ്, റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ദ കോളംസ് ഗിവൺ ബിലോ. അപ്പോൾ നമ്മൾ പാഠഭാഗത്തിൽ ഓരോ സീസൺസും അവയുടെ എന്താണ് പറയുക അതിലെ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ കോളത്തിൽ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സീസൺ തന്നിട്ടുണ്ട് സ്പ്രിങ്. അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ളത് എന്താണ്? ദ റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സിംഗ് മെലഡിയസ് സോങ് എന്നുള്ളതാണ് അതിൻ്റെ ഫീച്ചറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഏത് സീസണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പാഠഭാഗത്ത് പറയുന്നത്? സമ്മറിനെ കുറിച്ചിട്ടാണല്ലേ. അപ്പോൾ ഇവിടെ ഓരോന്നും ഞാനിങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങൾ ഈ കോളത്തിലാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, സെക്കൻഡ് വൺ സമ്മറാണ്. അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് കണ്ടിന്യൂഡ് ബ്ലൂമിംഗ് ഓഫ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്, വാം വെതർ ആൻഡ് ലോങ് ഡേ ലൈറ്റ് ഹവേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ എഴുതി കൊടുക്കുക. ഒന്നും കൂടെ പറയാം, കണ്ടിന്യൂഡ് ബ്ലൂമിംഗ് ഓഫ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്, വാം വെതർ ആൻഡ് ലോങ് ഡേ ലൈറ്റ് ഹവേഴ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഓട്ടം ആണ്. ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്, ഹാർവസ്റ്റ് ടൈം. ഓക്കെ, ഓട്ടം എന്ന് പറയുന്നത് ഗോൾഡൻ ഫ്രൂട്ട്സ് ആണ് ആൻഡ് ഷെഡിങ് ലീവ്സ് ഹാർവസ്റ്റ് ടൈമും കൂടെയാണ് നമ്മുടെ ഓട്ടം എന്ന് പറയുന്നത്. ദെൻ വിന്റർ എന്ന് പറയുന്നതോ വിന്റർ എന്ന് പറയുന്നത് വളരെ കൂളായിട്ടുള്ള ടൈമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ കൊടുക്കാൻ പറ്റുക? ഹെലൻ കെല്ലർ വാസ് സ്റ്റക്ക് ആൻ ഇൽനെസ് ദാറ്റ് ലെഫ്റ്റ് ഹെർ ബ്ലൈൻഡ് ആൻഡ് ഡീഫ്. അത് ഈ വിന്ററിൻ്റെ സമയത്തായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വിന്ററിൻ്റെ സമയത്താണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം. അപ്പോൾ വിന്ററിൽ നമുക്ക് അത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ഫോർത്ത് ആക്ടിവിറ്റി നോക്കാം. ഹൗ മെനി സീസൺ ഡു വി ഹാവ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ നമുക്ക് എത്ര സീസൺസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഹൗ നേച്ചർ ലുക്സ് ഇൻ ഡിഫറെൻറ്റ് സീസൺസ്. ഓരോ സീസൺസിലും നമ്മുടെ നേച്ചർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളോട് പിക്ചർ കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ എത്ര സീസൺസ് ആണ്? ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4 സീസൺസ് ആണ് ഉള്ളത്. ഓക്കെ, ഇന്ത്യ ഹാസ് 4 ട്രഡീഷണൽ സീസൺസ്. ഫസ്റ്റ് വൺ വിന്റർ അഥവാ ഡിസംബർ ടു ഫെബ്രുവരി. ദെൻ സമ്മർ എന്ന് പറയുന്നത് മാർച്ച് ടു മെയ്. ദെൻ മൺസൂൺ ജൂൺ ടു സെപ്റ്റംബർ. ഓട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ ടു നവംബർ. ഓക്കെ, അപ്പോൾ ഈ 4 എണ്ണമാണ് ഉള്ളത്. ഈ 4 എണ്ണത്തിൻ്റെയും പിക്ചേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്യുക.
ഇനി നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റി, ഇമാജിൻ യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കെല്ലേഴ്സ് മദർ. എന്താണ്, നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടറാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹെലൻ കെല്ലറിൻ്റെ മദറുമായിട്ട് ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. സോ വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്ക് ഹെർ? നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം അല്ലേ. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഹൗ ഡിഡ് യു ഫീൽ വെൻ യു ഫൗണ്ട് ഔട്ട് ഹെലൻ വാസ് ഡീഫ് ആൻഡ് ബ്ലൈൻഡ്? എന്താണ്, ഹെലനും ഡെഫും ബ്ലൈൻഡുമായപ്പോൾ നിങ്ങളത് എങ്ങനെയാണ് ഫൗണ്ട് ചെയ്തത്, എങ്ങനെയാണ് കണ്ടെത്തിയത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഡ് യു എവർ തിങ്ക് ഹെലൻ വുഡ് ബി ഏബിൾ ടു ലേൺ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ലൈക്ക് അതർ കിഡ്സ്? നിങ്ങൾ വിചാരിച്ചിരുന്നോ മറ്റുള്ള കുട്ടികളെ പോലെ ഹെലൻ കെല്ലറിനും എല്ലാം ലേൺ ചെയ്യാനൊക്കെ കഴിയുമെന്നും സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു എന്ന് ചോദിക്കാൻ. Then third question, what was the most challenging part of teaching Helen and how did you overcome it? എങ്ങനെയാണ് ഹെലനെ ടീച്ച് ചെയ്യാനുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഓവർകം ചെയ്തത്? Then fourth question, how did Helen's siblings treat her and did they help with her learning? എന്താണ്, സിബ്ലിങ്സ്, നമ്മുടെ ഹെലൻ്റെ സിബ്ലിങ്സ് ഒക്കെ എങ്ങനെയായിരുന്നു അവളെ ട്രീറ്റ് ചെയ്തിരുന്നത്, അവളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനും അവരെന്തെങ്കിലും അവളെ ടീച്ച് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് യു എക്സ്പീരിയൻസ്ഡ് വൈൽ ടീച്ചിങ് ഹെലൻ? ഹെലനെ ടീച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അവരായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് ഗ്ലോസറി ആയിട്ട് കുറേ ന്യൂ വേർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് യൂണിറ്റ് 3 ആണ്, Cloud 9 എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.